Yes. അക്കൗണ്ടിങ് ആസ് എ പാർട്ട് ഓഫ് ദി ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് നമുക്കറിയാം എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ generated by accounting process is communicated in the form of report, statement, graph and chart to the users who need it at different decision situations. അതായത് നമ്മൾ ഞാനിപ്പോൾ വായിച്ചത് എന്താണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഡോക്യുമെന്റ് അല്ല, എൻ്റെ ലെക്ചർ നോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ടിലുള്ള ഒരു പോയിന്റാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതെങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്? അത് ജനറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമുക്കറിയാം, ജേണൽ മുതൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള ആ അക്കൗണ്ടിങ് പ്രോസസ്സിൽ നിന്നും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻഫർമേഷൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് പല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ? റിപ്പോർട്ടുകൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സ്റ്റേറ്റ്മെന്റുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഗ്രാഫുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ചാർട്ടുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ആർക്കാണോ ആ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് ആ ആളുകളിലേക്ക് പല രീതിയിൽ നമുക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഏറ്റവും എന്താണ് ഇന്റഗ്രൽ പാർട്ട് നമുക്കറിയാം, അതായത് ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത്, ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ്, ഇവിടെ നോക്കൂ, ഒരു ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റ ചേർന്നതാണ്. ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടാകാം, നോൺ ഫിനാൻഷ്യൽ ഡാറ്റ, ഇത് രണ്ടും കലർന്നിട്ടുള്ളതാണ് എന്ത്, ഒരു ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഫിനാൻഷ്യൽ ഡാറ്റയാണ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഓക്കെ, നോക്കൂ, അക്കൗണ്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫർമേഷൻ ടു പെർമിറ്റ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിസിഷൻ ബൈ ദി യൂസർ ഓഫ് ദി ഇൻഫർമേഷൻ. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ, അക്കൗണ്ടിങ് ഡെഫിനേഷൻ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഇസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദി യൂസേഴ്സ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. എന്താണ് ഈ അക്കൗണ്ടിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ യൂസേഴ്സ് ആയിട്ടുള്ള, അതായത് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഇൻഫർമേഷൻസ് എങ്ങനെ അവൈലബിൾ ആവുന്നത് അവർക്ക്? ആ അവൈലബിൾ ആവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ? റിപ്പോർട്ടുകളായിട്ട്, സ്റ്റേറ്റ്മെന്റുകളായിട്ട്, ഗ്രാഫുകളായിട്ട്, ചാർട്ടുകളായിട്ട്, ഇങ്ങനെ ഓരോരോ ഡിഫറെന്റ് യൂസേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ആ ഇൻഫർമേഷൻസ്, അവർക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻ യൂസ് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് എന്ത്, ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന നിലയ്ക്ക് അക്കൗണ്ടിങ്ങിന്റെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് is also required to serve some broad social obligations since the accounting information is used by large body of people such as customers, employees, investors, creditors and government. അതുപോലെ തന്നെ ഒരു ബിസിനസിന്റെ ഉള്ളിലേക്ക്, ബിസിനസിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ ഓർഗനൈസേഷന് പുറത്തേക്കും നമുക്കറിയാം എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട് അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന അല്ലെ. അപ്പം എക്സ്റ്റേണൽ യൂസേഴ്സിനും അവർക്കും അവരോടും നമുക്കൊരു ബാധ്യതയുണ്ട്, സോഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ട്. സമൂഹത്തിനോട് ഒരു ബാധ്യത ആർക്കുണ്ട്? ഒരു അക്കൗണ്ടിങ് എന്നുള്ള ആ പ്രോസസ്സിന് അല്ലെങ്കിൽ അക്കൗണ്ടന്റിന് ഉണ്ട് എന്നാ പറയുന്നത്. എന്താണ്, അവർക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒരു വലിയ അളവിൽ ആവശ്യമുണ്ട്. ആർക്കൊക്കെ? കസ്റ്റമേഴ്സിന് അല്ലെ. കസ്റ്റമേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടാകും. അവര് എന്താണ് അമിതമായി പ്രൈസ് ഈടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെ, അതറിയാൻ ഒരു കസ്റ്റമറും ഒരു എംപ്ലോയി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇൻവെസ്റ്റേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് തിരിച്ചു കിട്ടാനുള്ള ക്യാപ്പബിലിറ്റി ഈ ബിസിനസ്സിനുണ്ടോ എന്നറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ് എന്താണ് കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് റവന്യൂ കൃത്യമായിട്ട് നൽകുന്നുണ്ടോ, എന്താണ് എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടോ? നമ്മൾ അതിനെന്താ പറയാ, വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയും. ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ എന്നൊക്കെ വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടാക്സ് ഇവേഡ് ചെയ്യുക, അതായത് ടാക്സ് പൂർണ്ണമായിട്ട് അടയ്ക്കാതിരിക്കുവാനും വേണ്ടിയിട്ട് ഇൻകംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് കാണിക്കാതിരിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അറിയാൻ ഒരു ഇത്തരം പാർട്ടീസ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് നമുക്ക് കോമൺലി നമുക്ക് അക്കൗണ്ടിങ്ങിന് നമുക്ക് 3 ബ്രാഞ്ചസ് ഉണ്ട്. അത് നമ്മൾ ഇനി വരുന്ന ഭാഗത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോമൺലി നമുക്ക് അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നും അതുപോലെ തന്നെ മാനേജറിയൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജറിയൽ അക്കൗണ്ടിങ്ങും അല്ല അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത്. അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ കോമൺലി പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മറ്റൊന്ന് മാനേജറിയൽ അക്കൗണ്ടിങ്.
ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞു എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് ആ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഔട്ട്സൈഡേഴ്സിന് ആവശ്യം. ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗവൺമെന്റ്, ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്. ഇവർക്കൊക്കെ ആവശ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇൻഫർമേഷൻ ആണ്. മാനേജ്മെന്റിനും ഓണേഴ്സിനും ആവശ്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഈ പ്രധാനമായിട്ടും മാനേജറിയൽ അക്കൗണ്ടിങ്ങിലെ ഇൻഫർമേഷൻസ് അത് എക്സ്റ്റേണൽ യൂസേഴ്സിന് ആവശ്യമില്ല, അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സിന് ലഭ്യമാവില്ല. കാരണം അത് മാനേജ്മെന്റിന്റെ എന്താണ് സക്സസ്, അവരുടെ സക്സസ് തിയറി എന്ന് പറയാം. അവരുടെ വിജയത്തിന് അവർ ഉപയോഗിക്കുന്ന ടൂളാണ് ഈ മാനേജറിയൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഓണേഴ്സിനോടൊപ്പം തന്നെ ഔട്ട്സൈഡേഴ്സിനും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന ഇൻഫർമേഷൻ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി അത്രയും ആ ഭാഗം അതിനകത്ത് നിങ്ങൾ വായിച്ചെടുത്താൽ മതി. ഇനി ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിങ് ആസ് എ പാർട്ട് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന നിലയ്ക്ക് അക്കൗണ്ടിങ് ആൻഡ് നോൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അത് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതുപോലെ തന്നെ മാനേജറിയൽ അക്കൗണ്ടിങ്. ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ അക്കൗണ്ടിങ് രണ്ടാക്കി തിരിക്കുന്നു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജറിയൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ക്രെഡിറ്റേഴ്സ്, പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുപോലെ ടാക്സ് അതോറിറ്റീസ്, എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പം ഇന്റേണൽ യൂസേഴ്സിനേക്കാളും കൂടുതൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്റെ ഉപയോഗം ആർക്കാണ്? എക്സ്റ്റേണൽ യൂസേഴ്സിനാണ്. എന്തുകൊണ്ടാണ്? ഇന്റേണൽ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ജസ്റ്റ് അവിടെ നടക്കുന്നത് എന്തുവാണ്? ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു, അല്ലെ? അവിടെ എന്താണ് ഹിസ്റ്റോറിക്കൽ ട്രാൻസാക്ഷൻ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. ട്രാൻസാക്ഷൻ നടന്നതിനെ രേഖപ്പെടുത്തി വെക്കുക എന്ന് മാത്രമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട ആവശ്യം ആർക്കാണ്? ഈ പറഞ്ഞിട്ടുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിനാണ്. ഓക്കെ, ഇന്റേണൽ യൂസേഴ്സിനും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഓക്കെ, ദെൻ മാനേജറിയൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്യുവർലി അത് ആർക്ക് മാത്രമാണ്? ഇന്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള, അതായത് ആർക്കാണ്? ഓണേഴ്സിനും അതുപോലെ മാനേജ്മെന്റിനുമാണ് ആ ഇൻഫർമേഷൻസ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നോക്കുക, മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, മാനേജറിയൽ പ്ലാനിംഗ്, പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടിയിട്ട്, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഈ ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഗ്രാഫ് നിങ്ങൾ ഇതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന നിലയ്ക്ക് എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിന്റെ അക്കൗണ്ടിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സെന്റൻസ് തന്നെ നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഒരു വൈറ്റൽ റോൾ വഹിക്കുന്ന ഒന്നാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇന്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ട്. അവരാരൊക്കെയാണെന്ന് അതിനകത്ത് എഴുതാം. ആ ആളുകൾക്ക് എന്തെല്ലാം തരത്തിൽ ഇൻഫർമേഷൻസ് വേണമെന്ന് എഴുതാം. പിന്നെന്ത് എഴുതാം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ഈ വേണ്ടപ്പെട്ട ആളുകൾക്ക് ലഭ്യമാക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊക്കെ രീതിയിലാണ്? ഗ്രാഫുകളായിട്ട്, ചാർട്ടുകളായിട്ട്, പിന്നെ സ്റ്റേറ്റ്മെന്റുകളായിട്ട്, അല്ലെ, റിപ്പോർട്ടുകളായിട്ട്. ഈ രീതിയിലാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ലഭ്യമാക്കുന്നത്. അത്തരം പോയിന്റ്സ് ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. അതിന് ഒരു നല്ലൊരു ആൻസർ ആയിട്ട് അത് മാറും. ഓക്കെ, ദെൻ ഈ ഒരു ഗ്രാഫും കൂടി അതിനകത്ത് വരച്ചു വെച്ചാൽ അത് പെർഫെക്റ്റ് ആകും. ഓക്കെ, അപ്പം എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ്, യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ പറയുന്നതെല്ലാം ഓവർലാപ്പ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇത് ഓവർവ്യൂ ആണ്, ജസ്റ്റ് എന്താണ് അക്കൗണ്ടിങ്ങിന്റെ തുടക്കം മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പം പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കുക, യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്താണ്? അപ്പൊ പാർട്ടീസ് പറഞ്ഞ സമയത്ത് തന്നെ ആ ഉപയോഗങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറയുന്നുണ്ട്. ഓരോ പാർട്ടീസും എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് നമുക്ക് ഇനി സ്പെസിഫൈ ചെയ്തൊന്നും കൂടി നോക്കാം. ഫസ്റ്റ് എന്താണ്? മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നു. നോക്കുക, management is continuously confronted with the need to make decisions. Some of these decisions may have immediate effect while the others have in the long run. Decision regarding the price of the product, make or buy the product or drop it to expand its area of operation, etc. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ ചിലപ്പോൾ ലോങ് റണ്ണിൽ എഫക്ട് ചെയ്യുന്ന തീരുമാനങ്ങൾ ഉണ്ടാവും, ഷോർട്ട് റണ്ണിൽ എഫക്ട് ചെയ്യുന്ന തീരുമാനങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഷോർട്ട് ടൈം ഡിസിഷൻസ് ഉണ്ടാവും, ലോങ് ടൈം ഡിസിഷൻസ് ഉണ്ടാവും എന്ന് ചുരുക്കം പറഞ്ഞാൽ. അപ്പം ഈ തീരുമാനങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വെച്ചിട്ട് മാനേജ്മെന്റ് എടുക്കുന്നത്? തന്നെ പറഞ്ഞു, എന്താണ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ?
നമ്മൾ പ്രൈസ് സ്ട്രാറ്റജി, പ്രൈസ് കൂട്ടണോ പ്രൈസ് കുറയ്ക്കണോ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അല്ലെ. പ്രൊഡക്റ്റ് മിക്സ് എന്താണ് എക്സ്പാൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് ഐറ്റംസ് ഡ്രോപ്പ് ചെയ്യണോ തുടങ്ങിയ തീരുമാനങ്ങൾ. ദെൻ മേക്ക് ഓർ ബൈ അല്ലെ, സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണോ നല്ലത്, സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നതാണോ നല്ലത്. ദെൻ ടു ഡ്രോപ്പ് ഇറ്റ്, അതെന്താണ് നമ്മൾ എന്തെങ്കിലും ഈ ബിസിനസ് നിർത്തുന്നതാണോ നല്ലത്, ഷട്ട് ഡൗൺ ചെയ്യുന്നതാണോ നല്ലത്. ദെൻ ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, ബിസിനസിന്റെ ഓപ്പറേഷൻസ് ഇനി ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് എന്താണ് കൂടിയും കടന്നു ചെല്ലുന്നത് നല്ലതാണോ. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളെയാണ് മാനേജറിയൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ, അത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് സഹായിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, മാനേജറിയൽ പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഇന്റേണൽ പെർഫോമൻസ് ഇവാലുവേഷൻ. അപ്പോൾ മാനേജറിയൽ പ്ലാനിങ്ങിന്, അതുപോലെ തന്നെ എന്താണ് കൺട്രോളിന്, പിന്നെ ഇന്റേണൽ പെർഫോമൻസ് ഇവാലുവേഷൻ, ഇതിനൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്ന പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് പ്ലാൻ എന്താ നമുക്കറിയാലോ. അതായത് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ നോക്കൂ, പ്ലാനിങ് നോക്കുക, ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഹൗ ടു യൂസ് അവൈലബിൾ റിസോഴ്സസ് അല്ലെ. ഒരു ബിസിനസിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കാം, അത് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആ ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിന്റെ ഔട്ട്പുട്ടാണ് എന്ത് പ്ലാൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ വിളിക്കുന്നവരാണ് പ്ലാനിങ്. ഓക്കെ, ആ ചിന്തിച്ച് കിട്ടുന്ന ഔട്ട്പുട്ടിനെ വിളിക്കുന്നവരാണ് എന്ത് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മാനേജറിയൽ പ്ലാനിങ്ങിന്, അതുപോലെ തന്നെ കൺട്രോളിങ്ങിന്, അത് ഇന്റേണൽ പെർഫോമൻസ് ഇവാലുവേഷൻ, അതായത് അവരുടെ തന്നെ പെർഫോമൻസിന്റെ ഇവാലുവേഷനൊക്കെ ഇത് സഹായിക്കും. എങ്ങനെ സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു കമ്പനിയാണ്, ആ കമ്പനി ഓരോ പ്രോസസ്സിനും എന്ത് ചെയ്യും, ഒരു പ്ലാൻ അനുസരിച്ച് ഒരു ടാർഗറ്റ് ലിമിറ്റ് വെക്കും, ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് വെക്കും. ഓക്കെ, അതിന് പറയാം സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വിചാരിച്ചോളൂ. ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഇത്ര രൂപ ചെലവ് വരും. ഓക്കെ, അത് കമ്പനി ഫിക്സ് ചെയ്തു, അതിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിന് ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്ച്വൽ വർക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോസ്റ്റിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കും ചെലവ് വരുന്നത്. ഓക്കെ, ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡും അതായത് കമ്പനി ഫിക്സ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡും കമ്പനിയുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ചിലപ്പം അവിടെ വേരിയേഷൻസ് ഉണ്ടാവും. പോസിറ്റീവ് വേരിയേഷൻ ഉണ്ടാവും, നെഗറ്റീവ് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാൻഡേർഡിനേക്കാളും, കമ്പനി ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനേക്കാളും കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് വേരിയേഷൻ ആണ്. കമ്പനി ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതൽ ചെലവിലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലോ അത് നെഗറ്റീവ് വേരിയേഷൻ ആണ്. ഓക്കെ, അപ്പം ഈ നെഗറ്റീവ് വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നെഗറ്റീവ് വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ത്, അത് കണ്ടെത്തുന്നു. അത് ചിലപ്പോൾ എന്താകും, നമ്മൾ യാതൊരു സിസ്റ്റവും അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡിൽ ഉണ്ടാകുന്ന പോരായ്മകളായിരിക്കും ചിലപ്പോൾ കാരണം. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യും, റിവൈസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ചിലപ്പോൾ ആ സ്റ്റാൻഡേർഡിന്റെ പോരായ്മ ആയിരിക്കില്ല, നമ്മുടെ എംപ്ലോയീസിന്റെ പോരായ്മ ആയിരിക്കും. അപ്പൊ നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എന്താണ്, മാനേജ്മെന്റിന് ഈ തരത്തിൽ സഹായിക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, പ്ലാനിങ്ങിന്, കൺട്രോൾ ആൻഡ് ഇന്റേണൽ പെർഫോമൻസ് ഇവാലുവേഷൻ. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാനിപ്പോ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഈ പ്ലാനിങ്, കൺട്രോൾ എന്ന് പറഞ്ഞ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് എഴുതിയാൽ മതി. എന്താണ് സ്റ്റാൻഡേർഡ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റില് എന്താണ്, സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ആസ് ടു വാട്ട് ആക്ച്വൽ പെർഫോമൻസ് ഷുഡ് ബി, അതായത് എങ്ങനെയായിരിക്കും നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടാവേണ്ടത്, അതിനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ എന്താണ്, മെഷറിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ്, ആ ബിസിനസിന്റെ യഥാർത്ഥ പെർഫോമൻസ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. മൂന്നാമത്തെ എന്താണ്, ഇവാലുവേറ്റിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ് ബൈ കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി സ്റ്റാൻഡേർഡ്, അതായത് ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുക. എന്താണ് ഞാൻ പറഞ്ഞു, ആക്ച്വൽ പെർഫോമൻസ് അപ് ടു ദി മാർക്ക്, നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ആ മാനദണ്ഡം അനുസരിച്ച് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ താഴെയാണോ, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ, ആ ഒരു ഇവാലുവേഷൻ അവിടെ നടത്തുക. ഓക്കെ, അപ്പൊ അതിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നോക്കൂ, അടുത്തത് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ.
ഓക്കെ, അടുത്ത അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ യൂസ് എന്ന് പറഞ്ഞ എന്താണ്? എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. നോക്കൂ, അക്കൗണ്ടിങ് ഹാസ് ഓൾവേസ് ബീൻ യൂസ്ഡ് ടു സപ്ലൈ ഇൻഫർമേഷൻ ടു ദോസ് ഹൂ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, എന്ന് പറഞ്ഞാൽ കമ്പനിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, various laws have been passed under which financial statements should be prepared in such a way that required information is supplied to shareholders, creditors, government, etc. അപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരവും അതുപോലെ തന്നെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ പ്രകാരവും നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഗവൺമെന്റിനൊക്കെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ലഭ്യമാകുന്ന തരത്തിൽ അതിന്റെ ഒരു, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് കമ്പനിക്ക് മാത്രം അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആൾക്ക് മാത്രം മനസ്സിലായാൽ മതിയോ? അല്ല, അതിന്റെ യൂസേഴ്സ് ആരാണോ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരത്തിൽ എന്ത് ചെയ്യണം? ആ ഇൻഫർമേഷൻസ് പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു കമ്പനിയുടെ ഒരു ബിസിനസിന്റെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആവേണ്ട കാര്യമാണ്. ഏതൊരു പബ്ലിക്കിനും അത് എടുത്തു നോക്കാൻ സാധിക്കുന്ന തരത്തിൽ അവൈലബിൾ ആവേണ്ട കാര്യമാണ് ഓരോ കമ്പനിയുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും ആ കമ്പനിയുടെ ഓഡിറ്റഡ് എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എല്ലാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഫോർ എക്സാമ്പിൾ ദ ഇൻവെസ്റ്റേഴ്സ് മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദി ബിസിനസ്. അല്ലെ, ഞാൻ കഴിഞ്ഞ ദിവസം പാർട്ടീസ് പറഞ്ഞ സമയത്ത് പറഞ്ഞ അതേ പോയിന്റ് തന്നെ ഇവിടെ പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന് അറിയേണ്ടത് എന്താണ്? ആ കമ്പനിയുടെ ഫിനാൻസ് സ്ട്രെങ്ത് ആണ്. അല്ലെ, ക്രെഡിറ്റേഴ്സിന് അറിയേണ്ടത് എന്താണ്? ലിക്വിഡിറ്റി പൊസിഷൻ ആണ്. ഗവൺമെന്റിന് അറിയേണ്ടത് എന്താണ്? ഇൻട്രസ്റ്റഡ് ടു കളക്ട് ഡീറ്റെയിൽസ് അബൌട്ട് സെയിൽസ്, പ്രോഫിറ്റ്. ഗവൺമെന്റിന് എന്താണ്? സെയിൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, പ്രോഫിറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. കാരണം സെയിൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്തിനാണ്? സെയിൽസ് ടാക്സ് കിട്ടാൻ വേണ്ടി. പ്രോഫിറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്താണ്? ഇൻകം ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെ, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഗവൺമെന്റിന് അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ എംപ്ലോയീസിന് പറഞ്ഞു, എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് നെഗോസിയേഷൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ ടീമിനും അവരുടേതായിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ ആഗ്രഹം ഉണ്ടാകും. ആ രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? ലെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇത്തിരി 3 പോയിന്റുകളായിട്ട് നമ്മൾ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഇതിനുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാം. ഇത് വളരെ ചെറിയ ഒരു നോട്ടാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതിനെ നമുക്ക് ഒരുപാട് പോയിന്റ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്താണ്, എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഉപയോഗം എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 8 10 ഉപയോഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അപ്പൊ ഒബ്ജക്റ്റീവ്സ് നോക്കിയാലും അതിൽ നിന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ യൂസസ് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ പോയിന്റുകൾ തന്നെ പഠിച്ച് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കുക, ആ ആശയത്തിനനുസരിച്ച് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, നെക്സ്റ്റ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ 2 അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അല്ലെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചും മാനേജീരിയൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷനും മാനേജറിയൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അങ്ങനെ 2 തരത്തിൽ ഉള്ള ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളൂ. നോക്കുക, പ്രധാനമായിട്ടും നമ്മൾ അക്കൗണ്ടിങ്ങിനെ 3 ബ്രാഞ്ചസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇതിന് അപ്പുറത്തേക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇനിയും അങ്ങോട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ടാക്സ് അക്കൗണ്ടിങ് ഉണ്ട്, അങ്ങനെ അക്കൗണ്ടിങ് ഒരുപാട് തലത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അതിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലൊന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് എമർജ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്, നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമയത്തും നമ്മൾ പറയുന്ന ഡെഫിനേഷൻ ഒക്കെ എന്താണ്? അക്കൗണ്ടിങ് എന്ന് നമ്മൾ എന്താണ് കോമൺലി യൂസ് ചെയ്യുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ വാക്ക്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാൽ എന്താണ്? ജസ്റ്റ് നമ്മുടെ ഡെഫിനേഷനിൽ പറയുന്ന റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആസ്പെക്ട് ഉള്ള ഒന്നാണ് എന്ത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് വീണ്ടും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. ആ ഡെഫിനേഷൻ വീണ്ടും നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ നമ്മുടെ കോമൺലി നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നത് അതിനെയാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ നോക്കുക, അക്കൗണ്ടിങ് ഇസ് എ ലാംഗ്വേജ് ഓഫ് എഫക്റ്റീവ്ലി എംപ്ലോയ്ഡ് ഇൻ കമ്മ്യൂണിക്കേറ്റ് ദി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ബിസിനസ് യൂണിറ്റ് ഓഫ് വേരിയസ് പാർട്ടീസ് ഇൻട്രസ്റ്റഡ്.
അപ്പൊ അക്കൗണ്ടിങ് എന്നുണ്ടെങ്കിൽ എന്താണ്, ബിസിനസ് അവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ശരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻസ് നമുക്കറിയാം, അത് തന്നെയാണ് ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അത് വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയൂ. ഈ റെക്കോർഡിംഗ് ഇൻഫർമേഷൻ, ദെൻ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും പറയേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ പറയുന്ന അനുസരിച്ച്. റെക്കോർഡിംഗ് ഇൻഫർമേഷൻ, മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്, ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് റിസൾട്ട്, ഇതൊക്കെ അറിയാവുന്നതല്ലേ? ഇനി വീണ്ടും ആവശ്യമില്ല. ഓക്കെ, യെസ്. പിന്നെ അതിന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കാം. കാരണം മറ്റ് രണ്ട് ബ്രാഞ്ചസും എമർജ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആയിരിക്കും, അല്ലെ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല എങ്കിൽ നമുക്ക് പിന്നെ ഒരു പുതിയൊരു ബ്രാഞ്ച് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ച് ആയിട്ടുള്ള മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ലിമിറ്റേഷൻസിൽ നിന്നാണ് എന്ത് എമർജ് ചെയ്തിട്ടുള്ളത്? കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും എമർജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത് ഹിസ്റ്റോറിക് നേച്ചർ. ഹിസ്റ്റോറിക് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നു, ആ ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്സിൽ എൻറ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്താണ് ജസ്റ്റ് ഹിസ്റ്റോറിക് നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അവിടെ നടന്ന നമുക്കറിയാലോ, നമ്മുടെ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയുടെ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. ഹിസ്റ്ററി എന്താണ്, ഇന്ത്യ ചരിത്രം പഠിക്കുന്ന സമയത്ത് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്, അല്ലെ? അതേപോലെ ബിസിനസ്സിനകത്ത് നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഒന്നാണ് എന്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതൊരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്. നമുക്കറിയാം എന്താണ് പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നടന്നു കഴിഞ്ഞ ശേഷം അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നു കഴിഞ്ഞ ശേഷം. ക്ലിയർ പോയോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ഇല്ലേ? സൗണ്ട് കേൾക്കില്ല? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഉള്ള റെക്കോർഡാണ് ഇവിടെ നടക്കുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നടക്കുന്നത്. ഇത് ജസ്റ്റ് പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്ന് പറയാം. പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് ഇവിടെ നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞു, പക്ഷെ അതിനുള്ള റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന, അല്ലെ, മരിച്ച ആള് മരിച്ചു, പക്ഷെ മരിക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഒരു സംഭവമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നടക്കുന്നത്. നമുക്ക് അതിനെ റിവേഴ്സിബിൾ അല്ല, തിരുത്താൻ സാധിക്കില്ല ഇവിടെ. ഓക്കെ, ചെലവാക്കിയ ഒരു മിഷനറി വാങ്ങിയ ആ എമൗണ്ട് നമ്മൾ 5 ലക്ഷം കൊടുത്ത് മിഷനറി വാങ്ങിയെങ്കിൽ ഓക്കെ, അത് ചെലവായി പോയി. ഇനി നമുക്ക് അത് എന്താണ്, വാങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുകയാണ് അത് പോരായിരുന്ന മിഷനറി, നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമുണ്ടോ? ചെലവാക്കി പോയി. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ അത് തന്നെയാണ്. ഇത് എന്താണ്, എല്ലാം നടന്നതിന് ശേഷമുള്ള റെക്കോർഡ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. നടക്കുന്നതിന് മുമ്പ് അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ അത് വേണമോ എന്നുള്ള ചിന്ത ഇവിടെ ഇല്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇല്ല. അങ്ങനെ ഡിസിഷൻ ഇവിടെ വരുന്നില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ. അടുത്താണ് ഇറ്റ് റെക്കോർഡ് ഓൺലി ആക്ച്വൽ കോസ്റ്റ്. ഇവിടെ ആക്ച്വൽ കോസ്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓൾവേസ് ബീൻ കൺസേൺഡ് വിത്ത് ഫിഗേഴ്സ് ട്രീറ്റിംഗ് ദം ആസ് simple and silent in items because it record only actual cost figures. The price of goods and assets change infrequently. The current price may be different from recorded cost. അതായത് നമുക്കറിയാം, നമ്മൾ ബാലൻസ് ഷീറ്റിനകത്തൊക്കെ നമ്മൾ ഒരു ഐറ്റം, ഒരു അസറ്റ് വാങ്ങി കഴിഞ്ഞാൽ 2010 ഒരു അസറ്റ് വാങ്ങി, ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ അത് കാണിക്കുന്നത് അസറ്റ് വാങ്ങിയ സമയത്തെ വിലയായിരിക്കും. ഇന്നും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അതേ വിലയിലായിരിക്കും അത് കാണുന്നത്, അല്ലേ? അപ്പൊ പക്ഷെ ഇന്ന് ആ മാർക്കറ്റ് മാറുന്നു, ടൈം വാല്യൂ മാറുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് തന്നെ ടൈം വാല്യൂവിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം, അല്ലെ? എന്താണ് അന്നത്തെ ഒരു രൂപയ്ക്കും ഇന്നത്തെ ഒരു രൂപയ്ക്കും തമ്മിലുള്ള മാറ്റം ഉണ്ടാവും, അല്ലെ? 5 കൊല്ലം മുന്നത്തെ ഒരു രൂപ 10 കൊല്ലം അല്ലെങ്കിൽ ഇപ്പോ ആ ഒരു രൂപയ്ക്ക് നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ടൈം വാല്യൂല് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ എന്താണ്, വിലയിൽ മാറ്റമുണ്ട്, പ്രൈസ് ലെവൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊന്നും ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റിഫ്ലക്ട് ചെയ്യാറില്ല. അപ്പം നമ്മൾ എന്താണ്, ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മളുടെ ബിസിനസിന്റെ ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷൻ അതാണ് എന്ന് പറയുന്നത് അർത്ഥമില്ല എന്നർത്ഥം. ഓക്കെ, കാരണം എന്താണ്, അവിടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ്
നമ്മൾ പർച്ചേസ് സമയത്ത് ചെയ്ത് കൊടുത്ത എമൗണ്ട് ആണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ആ പ്രോഡക്റ്റിന് ചിലപ്പോൾ ഇന്ന് അതിനേക്കാൾ മൂല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലോ ഫൈനൽ അക്കൗണ്ടിലോ ഒന്നും അത് റിഫ്ലക്ട് ചെയ്യില്ല. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഇവിടെ നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് രണ്ട് തരത്തിൽ ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ. ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഉണ്ട്. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അവിടെ ജസ്റ്റ് നമുക്കറിയാം മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് മാത്രമേ, പണത്തിന്റെ രൂപത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഒരു ബിസിനസിന്റെ സക്സസിന് വെറും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇൻഫർമേഷൻ മാത്രം പോരാ, എന്തും കൂടി വേണം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനും കൂടി വേണം. പണത്തിന്റെ രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് മാത്രം പോരാ, എന്ത് വേണം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കൂടി ആവശ്യമുണ്ട്. അപ്പൊ അത്തരം ഇൻഫർമേഷൻസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതും ഇതിന്റെ മേജർ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ അടുത്താണ് ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഹോൾ കൺസേൺ. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ബിസിനസ്സിനകത്ത് ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, നമുക്ക് ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും അല്ലെ, പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മൊത്തം സ്ഥാപനത്തിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള മേജർ ലിമിറ്റേഷൻ എന്താ? ഇതിൽ ചിലപ്പം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് വളരെ വീക്ക് ആയിരിക്കും. പക്ഷേ ഓവറോൾ എന്താണ്, ഒരു ആവറേജ് റിസൾട്ട് ആയിരിക്കും നമുക്ക് എവിടെ കാണാൻ പറ്റുക, ഓവറോൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എടുത്തു വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പം ഇതിൽ ആരുടെ എഫേർട്ടിൽ നിന്നാണ് ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്, ആരാണ് ബിസിനസിനെ മോശമാക്കി മാറ്റുന്നത്, അത് മനസ്സിലാക്കാനുള്ള സാധിക്കില്ല എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ നമ്മൾ മൊത്തം എന്താണ്, ഫേം ഹാസ് ഓൾ, നമ്മൾ മൊത്തം സ്ഥാപനത്തെ എടുത്തിട്ട് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ പ്രോസസ്സുകൾ, ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അറിയാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, നമുക്ക് പ്രോസസ് വൈസ് ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഇൻഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ ചില പ്രോസസ്സുകൾ നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്നുണ്ടാവും, ചില ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അത് അറിയാതിരിക്കുമ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്താണ് ഡിഫിക്കൽട്ടി ഇൻ പ്രൈസ് ഫിക്സേഷൻ. അതായത് നമുക്ക് പ്രൈസ് മുൻകൂട്ടി നിശ്ചയിക്കുവാൻ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിസ്റ്റോറിക്കൽ ആണ് നേച്ചർ അല്ലെ. ആദ്യം തന്നെ പറഞ്ഞു, അതായത് എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം അവിടെ ഇവന്റ് എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രൈസ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഒരു അതെങ്ങനെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് മാറുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണ്, നമുക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു നമ്മുടെ കമ്പനിയിലേക്ക് ഒരു കൊട്ടേഷൻ വന്നു എന്ന് വിചാരിക്കുക. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൊട്ടേഷൻ മീൻസ് മറ്റേ കൊട്ടേഷൻ അല്ല കേട്ടോ, തല്ലി കൊല്ലുന്ന കൊട്ടേഷൻ അല്ല. കൊട്ടേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരു ഗവൺമെന്റിൽ നിന്നും എന്താണ് കുറച്ച് ഫർണിച്ചേഴ്സിന്റെ കൊട്ടേഷൻ വരികയാണ്. ഫർണിച്ചേഴ്സ് ഗവൺമെന്റിന് ആവശ്യമുണ്ട്, അപ്പോൾ ഒരു വാർത്ത പോലെ കൊടുക്കും, ഇത്രയും ഫർണിച്ചേഴ്സ് ആര് തരും, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആരാണോ കൊട്ട് ചെയ്യുന്നത് അവർക്കാണ് കൊടുക്കുക. അപ്പൊ അങ്ങനെ നമുക്കൊരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ആ ഉൽപ്പന്നങ്ങൾ എത്ര വിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റണം. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് നമുക്ക് അറിയാൻ പറ്റും, ബിസിനസ്മാൻ അറിയാൻ പറ്റും, പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അത് അറിയാൻ പറ്റില്ല. കാരണം അതാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഈ എസ്റ്റിമേഷനോ പ്രഡിക്ഷനോ ഒന്നുമില്ല. അതൊക്കെ മറ്റ് അക്കൗണ്ടിങ്ങിലാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം അതിനെ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്തിട്ട് ഉള്ള ഓരോ ഫർണിച്ചറിന്റെ ഓരോ ഐറ്റംസും കൂട്ടി നോക്കി കോസ്റ്റ് കൂട്ടി അതിന്റെ മുകളിൽ നമ്മുടെ ഒരു 10% പ്രോഫിറ്റ് ആഡ് ചെയ്താലേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രൈസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണ്, ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെയുള്ള കൊട്ടേഷൻസ് ഒന്നും നമുക്ക് എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളിലൊന്നും എൻ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലിമിറ്റേഷനും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുണ്ട്. പിന്നെ പ്രൈസ് ഫിക്സേഷന് ഒരു മെയിൻ ലിമിറ്റേഷൻ തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ. അടുത്തെന്താണ്, അപ്രൈസൽ ഓഫ് പോളിസി ഈസ് നോട്ട് പോസിബിൾ. പോളിസീസ് അപ്രൈസൽ, അതായത് എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡു നോട്ട് പ്രൊവൈഡ് ഡാറ്റ ഫോർ ഇവാലുവേഷൻ ഓഫ് ബിസിനസ് പോളിസീസ് ആൻഡ് പ്ലാൻ. ദർ ഈസ് നോട്ട് ടെക്നിക് ഫോർ കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബഡ്ജറ്റഡ് ടാർഗറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താണ്, ആക്ച്വൽ പെർഫോമൻസും നമ്മുടെ ബഡ്ജറ്റഡ് ടാർഗറ്റും തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യാനുള്ള, ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പറഞ്ഞ സമയത്ത്. ഓക്കെ, അത് മൊത്തം അക്കൗണ്ടിങ് ആണ്, 3 അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ
എന്താണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ആക്ച്വലും സ്റ്റാൻഡേർഡ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറയുന്നില്ല. അതെല്ലാം നമ്മുടെ മറ്റ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണ് അത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത്. മറ്റൊരു ലിമിറ്റേഷൻ ആണ് പോളിസീസ്. ഗവൺമെന്റ് അല്ലെങ്കിൽ ബിസിനസ് എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് അപ്രൈസ് ചെയ്യാൻ പറ്റാതിരിക്കുക. കാരണം അതിന് സാധിക്കില്ല. കാരണം എന്താണ് അതിന് സാധിക്കാത്തത് കാരണം എന്താണ് ഇവിടെ കമ്പാരിസൺ ഉള്ള സംഭവം തന്നെ ഇവിടെ ഇല്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലിമിറ്റേഷൻ. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. കമ്പനിയുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇത് അത്ര ഹെൽപ്ഫുൾ അല്ല ഫിനാൻഷ്യൽ അക്കൗണ്ട്. അതെന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞ തന്നെ എല്ലാത്തിന്റെയും ബേസിക് കാരണം ഇത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ റെക്കോർഡിംഗ് ആണ്. അത് തന്നെയാണ് എന്ത് ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം ഒരു ഡിസിഷൻ എടുത്തിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള തീരുമാനം എടുത്ത് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു സാധനം വാങ്ങുന്നത്. മെഷീനറി വാങ്ങി നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നു, നഷ്ടമാകുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് തിരുത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇറിവേഴ്സിബിൾ നേച്ചർ ആണ് അല്ലേ? കാരണം ഒരു 10 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങിയതിന് ശേഷം ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണ് നമുക്ക് അത് പറ്റില്ലായിരുന്നു തോന്നി കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെലവാക്കിയ പണം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ അത് ഒഴിവാക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്താണ് വലിയൊരു എമൗണ്ട് ചെലവ് അവിടെ ഉണ്ട്. അപ്പൊ ഇറിവേഴ്സിബിൾ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും എന്താണ് ഇറിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരുത്താൻ പറ്റാത്ത തീരുമാനങ്ങളാണ്. ഓക്കെ, അടുത്താണ് ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ എന്താണ് യൂണിഫോമിറ്റിയുടെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഇതിനകത്തുണ്ട്. ക്യാഷ് മെത്തേഡുകളുണ്ട്. ഓക്കെ, അതായത് അക്കൗണ്ടിങ് പോളിസീസ് ഡിഫർ ഓൺ ദി യൂസ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. There is a lack of uniformity on the use of accounting principles and procedures. The financial statement prepared by two different persons of the same concern give different results due to varying personal judgment in applying particular. അതായത് ഒരു ബിസിനസ്സിന്റെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രണ്ട് വ്യക്തികൾ നിർമ്മിക്കാന്ന് വിചാരിക്കാം. രണ്ട് വ്യക്തികൾ നിർമ്മിക്കുന്ന സമയത്ത് രണ്ട് റിസൾട്ട് ആവാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോക്ക് വാല്യുവേഷൻ, സ്റ്റോക്കിന്റെ വില വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനൊക്കെ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. ഡിപ്രീസിയേഷൻ തന്നെ നോക്കൂ. ഡിപ്രീസിയേഷൻ നമുക്കറിയാം രണ്ട് മെത്തേഡുകളുണ്ട്, 2-3 മെത്തേഡുകളുണ്ട് അല്ലെ? ആവറേജ് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഉണ്ട്, സ്ട്രൈറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഉണ്ട്. ഓരോ ആളുകളും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ റിസൾട്ടുകളാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതിനുള്ള കാരണം പറഞ്ഞു. നമുക്ക് ഡിപ്രീസിയേഷൻ കാണണമെങ്കിൽ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ ഒരാൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. വേറെ ആൾ വരുന്ന സമയത്ത് അയാൾ യൂസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആവാം. ഓക്കെ, അപ്പോൾ പല രീതിയിലുള്ള മെത്തേഡുകൾ നമുക്ക് നമുക്ക് അനുവദിച്ച പല രീതിയിലുള്ള മെത്തേഡുകൾ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുണ്ട്. പല മെത്തേഡുകൾ പല ആളുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ മാറുന്നതനുസരിച്ച് തന്നെ എന്തുണ്ടാവാം, ഒരേ ബിസിനസ് സ്ഥാപനത്തിന്റെ തന്നെ റിസൾട്ടിൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺട്രോൾ കോസ്റ്റ് കൺട്രോളിങ് സാധ്യമാവില്ല. അത് നമുക്കറിയാം. എന്താണ് കോസ്റ്റ് കൺട്രോൾ സാധ്യമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെലവാക്കുന്നതിന് മുമ്പ് തീരുമാനം എടുക്കണം. ചെലവാക്കുന്നതിന് മുമ്പ് തീരുമാനം ഇവിടെ എടുക്കുന്നുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും കോസ്റ്റ് കൺട്രോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സാധ്യമല്ല. ഓക്കെ, അടുത്ത പോസിബിലിറ്റി ഓഫ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടുകളിൽ തിരുത്താനുള്ള മാനിപ്പുലേഷൻ, അക്കൗണ്ട്സിൽ തിരുത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ദ ഓവർ ആൻഡ് അണ്ടർ വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി മേ അഫക്ട് ദി പ്രോഫിറ്റ് ഫിഗർ. അതായത് നമുക്കറിയാം പല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കുറയ്ക്കാൻ പറ്റും. ഒന്നെന്താണ് ഓവർ വാല്യൂഷൻ, അണ്ടർ വാല്യൂഷൻ. സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്തു, അണ്ടർ വാല്യൂ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റിൽ നിന്നുണ്ടാകാം മാറ്റം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ കൂടുതലായിട്ട് എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റിൽ മാറ്റം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? പ്രോഫിറ്റ് കുറഞ്ഞാൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രോഫിറ്റ് കുറയ്ക്കുന്നത് ഇൻ ഫിഗേഴ്സിലാണ്. ബിസിനസിന്റെ യഥാർത്ഥ പ്രോഫിറ്റ് കുറയുന്നൊന്നും ഉണ്ടാവില്ല. എന്താ ഇവിടെ ഉണ്ടാവുക? ഇവിടെ ബിസിനസ്സിന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് കുറവാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റെക്കോർഡ്സിൽ കാണിക്കുന്നു. പക്ഷെ ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാകും. എന്നാൽ അതിന്റെ ഗുണം ഗവൺമെന്റിനോ എംപ്ലോയീസിനോ കസ്റ്റമേഴ്സിനോ ആർക്കും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാഹചര്യവും ഇവിടെ വളരെയധികം കൂടുതലാണ്. ഓക്കെ, ലാസ്റ്റ് ടെക്നോളജിക്കൽ റവല്യൂഷൻ. അതായത് ടെക്നോളജിക്കൽ റവല്യൂഷൻ അറിയാം. വിത്ത് ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി very minute and detailed breakup of all type of data relating to various part of business unit have become must for management for its day-to-day functioning. It is clear that financial accounting with its simple structure, it is not in a position to cater the needs of the management because it is supplies only elementary information. അതായത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്?
നമുക്ക് വളരെ വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവും സം റേഞ്ച് ഇഷ്യൂസ്. അപ്പൊ പറഞ്ഞത് ഇന്നത്തെ ലാസ്റ്റ് പോയിന്റ് കൂടെ നമുക്ക് അതോടെ നിർത്താം. നമ്മുടെ റേഞ്ച് ഇഷ്യൂസ് നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞത് ഇന്നത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആവേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് അത്രയും വേഗത്തിൽ ജസ്റ്റ് ഒരു എലമെന്ററി ഫസ്റ്റ് സ്റ്റേജ് ഇൻഫർമേഷൻ മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക്